നിനക്ക് നിന്റെ കയ്യിലുള്ളതിനേക്കാളും നല്ല ഗണ്ണും ബാഗും ഒക്കെ വേണം. എന്നാൽ ഇങ്ങോട്ടോ ഇവിടെ ചുവന്ന സമ്മാനപ്പെട്ടി. അത് തുറന്നാൽ നിനക്ക് ഗണ്ണും ബാഗും ഒക്കെ കിട്ടും. ഇത് നിനക്ക് തുറക്കാൻ പറ്റില്ല. നീ ഇവിടെ ഞാൻ തുറന്നു തരാം. ഇത് നല്ല ഗെയിമാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി ഒരു കാര്യം അറിയില്ല. ഇന്നലെ കയറ്റിയതല്ലേ ഉള്ളൂ. ഇതൊക്കെ എന്താ സാധനം? കുറച്ച് ഡ്രസ്സൊക്കെ കാണുന്നുണ്ടല്ലോ ഇതില്. ഇതൊക്കെ കാശ് കൊടുത്ത് തുടങ്ങേണ്ടതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഗെയിം എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറച്ച് സർവൈവൽ ഗെയിം കളിച്ചുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഇതൊക്കെ ഡ്രസ്സിന്റെ സെക്ഷൻ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു മഞ്ഞ ടിക്കറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ. ഇതിന് കാശായിരിക്കുമോ? ഇതിന് 3000 രൂപ വേണോ? ഇതിന് വേണ്ടത് ശരിക്കുള്ള പൈസ അല്ല, ഗെയിമിലെ കോയിനായിരുന്നു. എനിക്കത് 2 ഡ്രസ് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം തന്നെ. ഇനി ഡ്രസ് ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. നല്ല ഷർട്ടാണല്ലോ. ഇതുപോലെ ഷർട്ട് ശരിക്കും എന്റെ കയ്യിലുണ്ട്. അടിപൊളി. ട്രൗസർ കൊള്ളാം. എന്തായാലും ഒന്ന് കളിച്ചിട്ട് വരാം. ഇന്നലെ ഗെയിം ചെയ്തിട്ട് മര്യാദക്ക് കളിക്കാൻ പോലും പറ്റിയില്ല. ഇതിൽ രണ്ടാണ് നിൽക്കുന്ന ഇത്രയുണ്ടല്ലോ. എന്താ ഡുവോ? അത് എടുക്കാം. ഇത് സ്റ്റാർട്ട് അടിക്കാം. എന്റെ അമ്മ എത്ര പ്ലേയേഴ്സ് ആണ്. ഇവരൊക്കെ മുമ്പേ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നേ. ഇവരൊക്കെ ഡ്രസ് കണ്ടില്ലേ? അതായത് എന്റെ ടീമേറ്റാണോ? ചേട്ടൻ മലയാളിയാണോ? ചേട്ടൻ ഈ തൊപ്പിയൊക്കെ എവിടുന്ന കിട്ടിയത്? എനിക്കും വേണമായിരുന്നു അങ്ങനെ ഒരു തൊപ്പി. ചേട്ടൻ ബോട്ട് ഒക്കെ വെച്ചാൽ എന്താണ്? എന്റെ മോനെ വിമാനം. ചേട്ടൻ ഈ ഗെയിമിൽ വിമാനം ഒക്കെ ഓടിക്കാൻ പറ്റുമോ? എന്റെ മോനെ വിഷയം. എന്നാൽ അടിപൊളി തന്നെ. ചേട്ടൻ പൊടിയാണല്ലോ. പറക്കാനൊക്കെ കഴിയോ? എന്റെ മോനെ അടിപൊളി വ്യൂ ആണല്ലോ ഇവിടുന്ന്. ചേട്ടൻ ഒരുപാട് വീടുണ്ടല്ലോ ഇങ്ങോട്ടൊക്കെ. ഞാൻ കളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഗെയിമാണെന്നാ തോന്നുന്നത്. അങ്ങനെ ഒടുവിൽ തറയിൽ കഴിഞ്ഞു. ഇതെന്താ വീട് മതില് സെറ്റാണല്ലോ ഉള്ളു. പൊളി ഗെയിമന്നെ, ഒന്നും പറയാനില്ല. അവിടെ തിളങ്ങുന്നേ. എന്റെ ഇവിടെ തൂക്കി കിട്ടിയല്ലോ അല്ലേ? ചേട്ടൻ എനിക്ക് തൂക്കി കിട്ടിയേ. എന്റെ ഇവിടെ അങ്ങനെ തൂക്കി കിട്ടി. ആരോ മറന്നു വെച്ച് പോയതാണെന്നാ തോന്നുന്നേ. ചേട്ടൻ ബോട്ടോ? അങ്ങനെ വെച്ചാൽ എന്താണ്? ചേട്ടൻ വെള്ളത്തിലോടുന്ന ബോട്ടാണോ? ചേട്ടൻ എനിക്ക് ബനിയനോ ഷർട്ടോ എന്ത് കിട്ടി? എന്തൊരു ബോക്സ് കിട്ടിയല്ലോ. ചേട്ടൻ ഓടി വരണ. എന്നെ ആരും കൊല്ലുന്നു. ചേട്ടൻ ഞാനിപ്പോ ചേട്ടൻ ഇനി ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ഞാൻ കൊന്നു കേട്ടോ. ചേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പൊ ഗെയിം തുടങ്ങിയതല്ലേ ഉള്ളൂ. ചേട്ടൻ വേണം. അയ്യോ ചേട്ടാ, ഇതെന്താ പറ്റിയത്? ചേട്ടാ ആരും ബോംബ് എറിഞ്ഞതാണെന്നാ തോന്നുന്നേ. അയ്യോ ചേട്ടാ, ഇനി എനിക്ക് എണീക്കാൻ പറ്റുമോ? ഞാനെന്താ ഇങ്ങനെ കിടക്കുന്നേ? എനിക്ക് ഇവിടെ ഇരുന്ന് എറിയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ചേട്ടാ അങ്ങനെയൊക്കെയാണല്ലേ? ചേട്ടൻ ഇനി ഈ കളി മുഴുവൻ ഞാൻ ഇഴഞ്ഞാണോ കളിക്കേണ്ടത്? ചേട്ടാ അതെന്താ താഴെയുള്ള ലൈനില് ഒരു ചുവപ്പ് കളർ കാണിക്കുന്നത്? ചേട്ടൻ എന്നെ കാണുന്നില്ലല്ലോ.
ചത്തതായിരുന്നു. ചേട്ടനല്ല പറഞ്ഞത് പോയിന്റ് ആണെന്നൊക്കെ. ഇത് ആ ചേട്ടന്റെ അക്കൗണ്ട് പേരാണെന്ന് തോന്നുന്നല്ലോ. പ്ലേയിങ് കളിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടൻ വരട്ടെ. എങ്ങനെയാണോ ഇൻവൈറ്റ് ചെയ്യേണ്ടത്? ചേട്ടൻ ഇൻ ഗ്രൂപ്പോ അതിലേക്ക് റിക്വസ്റ്റ് ഇട്ട് നോക്കട്ടെ. ചേട്ടൻ നേരത്തെ കളിയിലുണ്ടായിരുന്ന ചേട്ടനല്ലേ? അതെങ്ങനെ ഞാൻ ബാക്ക് വന്നത്? ഞാൻ ഒന്നുകൂടെ അയച്ചു നോക്കട്ടെ. ചേട്ടൻ ക്ഷമിക്കണേ, എന്റെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ അറിയാതെ ബാക്ക് പോയിരുന്നു. ചേട്ടാ ഞാൻ ഇപ്പൊ റേഞ്ചുള്ള സ്ഥലത്താണുള്ളത്. ചേട്ടാ വീണ്ടും ബാക്ക് പോയല്ലോ. ചേട്ടൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ അത് തന്നെ ചേട്ടാ മോളിൽ എഴുതി കാണിക്കുന്നില്ലേ? ആ ചേട്ടൻ ഇത്രയും നേരം റിമൂവ് ചെയ്തതാണോ കൊടുക്കുന്നത്? ചേട്ടാ റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ? ചേട്ടാ ഇപ്പൊ ആ ചേട്ടൻ റിക്വസ്റ്റ് എടുക്കുന്നില്ലല്ലോ. ചേട്ടാ ചേട്ടൻ എന്നെ റിമൂവ് ചെയ്തതാണല്ലേ കൊടുക്കുന്നത്? ഞാൻ ഇത്രയും വിചാരിച്ചത് എന്റെ റേഞ്ചിന്റെ പ്രശ്നമാണെന്ന്. ചേട്ടൻ പിന്നെ എന്തിനാണ് ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്? റേഞ്ച് ഇല്ലാഞ്ഞിട്ട് ബാക്ക് പോവുകയാണെന്നൊക്കെ. ചേട്ടാ ചേട്ടൻ എന്താ ചതിയനാണ് ചേട്ടാ. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതില്ല. ചേട്ടാ ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ കളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ചേട്ടാ ചേട്ടൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ശരിക്കും എന്നൊരു വെട്ടിയാക്കി. ഞാൻ ഈ ഗെയിം ജസ്റ്റ് ഒരു ടൈം പാസിന് കളിക്കാമെന്ന് വിചാരിച്ചത്. ഇനി അങ്ങനെയല്ല. എന്തായാലും ഞാൻ കളിക്കാൻ പഠിച്ചൊരു നല്ല പ്ലെയറായി അവന്റെ മുന്നിൽ പോയി ഞാൻ നിൽക്കും. എന്നിട്ട് എന്നെ വെട്ടിയാക്കിയത് പോലെ തന്നെ ഞാൻ അവനെയും വെട്ടിയാക്കും. അങ്ങനെ അവൻ നല്ലൊരു പ്ലെയറായി മാറാൻ തീരുമാനമെടുത്തു. അവന്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ കളിയാക്കി ഇറക്കിവിട്ടവന്റെ മുന്നിൽ അവനേക്കാൾ നല്ലൊരു പ്ലെയറായി മാറി പ്രതികാരം ചെയ്യണമെന്ന്. അങ്ങനെ കയ്യിലുള്ളതൊക്കെ തപ്പിപ്പറക്കി ഒരു സെക്കൻഡിൽ അക്കൗണ്ട് തന്നെ വാങ്ങി. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യമൊക്കെ കളിക്കാനും പഠിച്ചു. ഇനിയാണ് ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റാൻ പോകുന്നത്. എന്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് തന്നെ അതിനായിരുന്നു. അന്ന് എന്റെ ഭാഗ്യത്തിന് ഞാൻ അവന്റെ ID കോപ്പി ചെയ്തിരുന്നു. അത് വെച്ച് ഞാൻ ഈ അക്കൗണ്ടിൽ അവനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റാൻ പോകുന്നത്. കേൾക്കാം ഞാൻ മലയാളി തന്നെ. അതൊക്കെ ഉണ്ട്. അറിയാതെ ഞെങ്ങി പോയി കിക്കായതാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും അറിയാതെ കിക്കായി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഏതാ നമുക്കൊരു ക്ലാസിക് കളിച്ചാലോ? ശരി.
എടാ ബ്രോ ടാങ്കിലെടുത്തായിട്ട് ഞാൻ 3 ബ്ലൂ വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്തേക്ക്. അല്ല നീ അതും കൂടെ എടുത്തേക്ക്. ആടാ അത് ഞാൻ തന്നെയാണ്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ നീ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പയ്യനെ ഇതുപോലെ നോക്കാക്കി ഇമോട്ട് അടിച്ചത്? ആ പയ്യനാടാ ഞാൻ. എടാ നീ എന്താണ് വിചാരിച്ചതെന്ന്? എനിക്കിതൊന്നും തിരിച്ചു കിട്ടില്ലെന്നോ? എടാ ഈ ഗെയിമിൽ റിവൈവ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഈ ഗെയിമിലെ പ്രശ്നം. ഇങ്ങനെ നോക്കാക്കി ഞാൻ ഇതുപോലെ ഇമോട്ട് അടിക്കണം, അതാണ് ഈ കളിയുടെ നിയമം. പോടാ നോബ് അവിടുന്ന്. അയ്യോ പാവൻ നോബൻ. എന്താടാ നീ എന്താടാ വിചാരിച്ചത്? നീ അന്ന് എന്നെ ആക്ഷേപിച്ച് വരുമ്പോ ഞാൻ മിണ്ടാതെ പോകുമെന്നോ? തുടക്കക്കാരെയൊക്കെ കാണുമ്പോ നിനക്ക് പുച്ഛമാണല്ലോടാ. എടാ പോട്ടെ, നീ ഒന്നും പറഞ്ഞ് സോപ്പിടാൻ നോക്കണ്ട. നിന്നൊക്കെ ആദ്യം ഫ്രണ്ട് ലിസ്റ്റിൽ കളയട്ടെ. എടാ പോടാ അവിടുന്ന് അവന്റെ ഒരു മാപ്പ്. ഇത് അന്ന് ആലോചിക്കണമായിരുന്നു, അന്ന് കളിച്ച പട്ടി ഷോ. എടാ ഇനി കൂടുതൽ നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പൊ ശരി എന്നാ.